വോട്ട് കൊള്ളക്കെതിരായ രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാർ യാത്രയ്ക്ക് അല്പസമയത്തിനകം ബീഹാറിൽ തുടക്കം. സസാറാമിൽ നിന്ന് തുടങ്ങി ആരയിൽ അവസാനിക്കുന്ന രീതിയിലാണ് 16 ദിവസത്തെ യാത്ര. ഇന്ത്യയെ സംരക്ഷിക്കുക, ജനാധിപത്യത്തെയും ഭരണഘടനയും സംരക്ഷിക്കുക, ഒരാൾക്ക് ഒരു വോട്ട് എന്ന വ്യവസ്ഥ ഉറപ്പാക്കുക എന്നിവയാണ് യാത്രയുടെ മുദ്രാവാക്യങ്ങൾ. മല്ലികാർജുൻ ഖർഗെ, RJD നേതാവ് തേജസ്വി യാദവ് തുടങ്ങിയവരും യാത്രയ്ക്കെത്തും. PR അരവിന്ദ് സസാറാമിൽ നിന്ന് വിശദാംശങ്ങൾ നൽകും. അരവിന്ദ്, കോൺഗ്രസും ഇന്ത്യ സഖ്യമാകെയും വലിയ പ്രതീക്ഷ വെച്ചു പുലർത്തുന്ന രാഹുൽ ഗാന്ധിയുടെ യാത്ര ആരംഭിക്കാനായോ? രാഹുൽ ഗാന്ധി വേദിയിൽ എത്തിയിട്ടുണ്ടോ? എന്താണ് അവിടെ നിന്ന് കാണാൻ കഴിയുന്ന കാഴ്ച? അല്പസമയത്തിനും തന്നെ രാഹുൽ ഗാന്ധി ബീഹാറിലെ സസാറാമിലേക്ക് എത്തും. വോട്ടർ അധികാർ യാത്രയ്ക്ക് 12 മണിയോടുകൂടിയാണ് തുടക്കമാവുക. രാഹുൽ ഗാന്ധിക്കൊപ്പം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ, RJD നേതാവ് തേജസ്വി യാദവ് തുടങ്ങിയവർ ഈ വേദിയിൽ അണിനിരക്കും. കൃത്യമായി വോട്ട് ചോർച്ച, അതുപോലെ തന്നെ വോട്ട് മോഷണം അടക്കം ആരോപിച്ചുകൊണ്ട് ശക്തമായ പ്രതിഷേധം ഉയർത്തുവാൻ തന്നെയാണ് ഇന്ത്യ സഖ്യം തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് 16 ദിവസം നീണ്ടു നിൽക്കുന്ന രാഹുൽ ഗാന്ധിയുടെ യാത്ര. സസാറാമിൽ തുടങ്ങി ആര്യയിൽ അവസാനിക്കുന്ന രീതിയിലാണ് ഈ യാത്ര പുരോഗമിക്കുക. എന്തായാലും 1300 കിലോമീറ്റർ ബസ്സിലും അതുപോലെ തന്നെ കാൽനട യാത്രമായിരിക്കും രാഹുൽ ഗാന്ധി സഞ്ചരിക്കുക. കാരണം കൃത്യമായി നിരവധി ആരോപണങ്ങളായിരുന്നു രാഹുൽ ഗാന്ധി ഈ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് ഉയർത്തിയത്. കാരണം വലിയ രീതിയിലുള്ള വോട്ട് കൃത്രിമത്വം കാണിക്കുന്നു. അത് കർണാടകയിലടക്കം തെളിവുകൾ പുറത്തുവിട്ടുകൊണ്ട് രാഹുൽ ഉയർത്തിയിരുന്നു. പക്ഷേ ഇതിലൊന്നും കൃത്യമായ മറുപടി നൽകാൻ ഒരു തരത്തിലും സർക്കാരോ അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനോ തീരുമാനിച്ചിരുന്നില്ല. എന്തായാലും പ്രവർത്തകരുടെ വലിയ ഒഴുക്ക് തന്നെ നമുക്കിവിടെ കാണുവാൻ സാധിക്കും. RJD നേതാക്കളടക്കം എത്തിയിട്ടുണ്ട്, RJDയുടെ പ്രവർത്തകർ എത്തിയിട്ടുണ്ട്, കോൺഗ്രസിന്റെ പ്രവർത്തകർ എത്തിയിട്ടുണ്ട്, ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകർ എത്തിയിട്ടുണ്ട്. എന്തായാലും വലിയ ആത്മവിശ്വാസം. നിരവധി പ്രവർത്തകർ എത്തി, ഒരുപാട് പേർ ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത് തുടരുകയാണ്. അതിൽ വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഇന്ത്യ സഖ്യം മുന്നോട്ട് പോകുന്നത്. കാരണം കൃത്യമായ തെളിവുകൾ അവരുടെ പക്കലുണ്ട്. പക്ഷേ ഇത്രയും തെളിവുകളെല്ലാം ഹാജരാക്കിയിട്ടും എന്തുകൊണ്ട് തങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. പ്രവർത്തകരടക്കം देखिए, SIR के नाम पे जिस तरीके से लोगों के वोट देने के अधिकार को छीनने का षड्यंत्र जो है वो शुरुआत हुआ, और जिस वोटर लिस्ट के आधार पे प्रधानमंत्री देश के चुने जा सकते हैं, लेकिन उसी वोटर लिस्ट के आधार पे विधानसभा का चुनाव नहीं हो सकता है। और हम बार हम लोग कह रहे थे कि दलित, पिछड़ों और शोषितों को वोट देने के अधिकार से वंचित करने वाला षड्यंत्र है ये। और आज आपने देखा होगा जिस तरीके से चुनाव आयोग ने जो सूची जारी की है उसमें ऐसे लोग जो जीवित हैं उन्हें भी मृत्यु की श्रेणी में रख दिया गया है। तो आज तो दूध का दूध पानी का पानी साफ है। और आज यहाँ सासाराम की धरती से आज वोट बचाओ अधिकार और वोट लोगों के अधिकार की यात्रा जो है यहाँ से शुरुआत की गई है. എന്തായാലും സത്യങ്ങളടക്കം പുറത്തു വന്നിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മൗനം പാലിക്കുകയാണ്. കൃത്യമായ തെളിവുകളടക്കം രാഹുൽ ഗാന്ധി നൽകി. പക്ഷേ എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ യാതൊരുവിധ നടപടി എടുക്കുന്നില്ല? അതുകൊണ്ട് തന്നെ ജനങ്ങളിലേക്ക് ഇറങ്ങി ജനങ്ങൾക്ക് കൃത്യമായി രാജ്യത്ത് എന്താണ് നടക്കുന്നതെന്ന് അറിയിക്കേണ്ട ഒരു ആവശ്യം ഇന്ത്യ പ്രതിപക്ഷത്തിന്റെ ഉണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായ ആ നടപടിയുമായി പ്രതിപക്ഷം മുന്നോട്ട് പോവുകയാണ്. ഈ അടുത്ത മാസം 1-ാം തീയതിയോടുകൂടി വലിയൊരു മെഗാ റാലിയായിട്ടാണ് ഈ യാത്ര സമാപിക്കുക. അന്ന് ഇന്ത്യ സഖ്യത്തിലെ നേതാക്കൾ ബീഹാറിലെ പട്നയിൽ അണിനിരക്കും. ഇന്ന് അല്പസമയത്തിനകം തന്നെ യാത്രയ്ക്ക് ഫ്ലാഗ് ഓഫ് ചെയ്യും. അതിന് പിന്നാലെ 4 മണിയോടുകൂടിയായിരിക്കും രാഹുൽ തന്റെ യാത്ര ഔദ്യോഗികമായി ആരംഭിക്കുന്നത്. നമുക്കറിയാം നിരവധി മുദ്രാവാക്യങ്ങൾ രാഹുൽ ഇതിന് ഉയർത്തുന്നുണ്ട്. ഭരണഘടന സംരക്ഷിക്കുക, ജനാധിപത്യം സംരക്ഷിക്കുക, അതുപോലെ തന്നെ ഒരാൾക്ക് ഒരോട്ടെന്ന വ്യവസ്ഥ കൃത്യമായി പാലിക്കണം. പക്ഷേ ആ വ്യവസ്ഥകളൊന്നും പാലിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഏതറ്റം വരെ പോകുവാൻ ഇന്ത്യ സഖ്യം തീരുമാനിച്ചു. ഇതുകൂടാതെ തന്നെ ബീഹാറിൽ ഈ വർഷം അവസാനം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അതിന് മുന്നോടിയായ ഒരു ശക്തി പ്രകടനത്തിന് തന്നെയാണ് ഇന്ത്യ സഖ്യം ഇന്ന് സസാറാമിൽ ഒരുങ്ങുന്നത്. നമുക്കറിയാം നേരത്തെ തന്നെ BJPയുടെ ഭാഗത്തുനിന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളെല്ലാം ആരംഭിച്ചിരുന്നു. പഹൽഗാം ഭീകരാക്രമണം നടന്ന സർവകക്ഷി യോഗത്തിലടക്കം പ്രധാനമന്ത്രി ബീഹാറിലേക്ക് എത്തിയിരുന്നു. അപ്പോൾ അതിനെ മറികടക്കുക, അതോടൊപ്പം തന്നെ കൃത്യമായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കള്ളക്കളികൾ പുറത്തു കൊണ്ടുവരിക എന്നത് തന്നെയാണ് രാഹുൽ ഗാന്ധിയും ഇന്ത്യ സഖ്യവും ഇന്നത്തെ ഈ യാത്രയിലൂടെ പ്രതീക്ഷിക്കുന്നത്.